ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്ന് ഇസു ബേബിയുടെ സ്റ്റുഡിയോ ഡേറ്റ് ആണ്. ഇസു ആദ്യമായിട്ട് സ്റ്റുഡിയോ പോയി ഫോട്ടോ എടുക്കാൻ പോവാണ്. അപ്പോൾ ഇസു ഇന്ന് ബ്ലാക്ക് ജാക്കറ്റൊക്കെ ഇട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് വിചാരിച്ച് ഇസുവിന് ഫ്രീ ഹെയർ എടുക്കാം, നല്ല കേളി ഹെയർ, നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ച്. ബട്ട് അപ്പം ആദ്യമേ മുടിയൊന്നും അത്ര ഒന്നും ശരിയായില്ല. അവിടെ നോക്കുമ്പോൾ സ്കൂളിലും കൂടെ കൊടുക്കണം, പാസ്പോർട്ടിന് കൊടുക്കണം, എല്ലാത്തിനും ഒരുമിച്ച് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇസുവിന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇസു ഇങ്ങനെ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ക്ലാസ്സൊക്കെ എടുത്ത് കൊണ്ടുവരികയാണ്, ഇങ്ങനെ ഇരിക്കണം, ക്യാമറ ഫോക്കസ് ചെയ്ത് നോക്കണം. അപ്പോൾ ചേട്ടൻ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ചേട്ടനെ നോക്കണം, നമ്മളെ നോക്കരുതെന്നൊക്കെ പറഞ്ഞവരും ഇസു വലിയ ജാടയിൽ പോസ് ചിരിക്കാൻ പറഞ്ഞാൽ അവളെ തള്ളിയ വല്ലൊക്കെ ഇട്ട് ചിരിക്കും, നോക്കാൻ പറഞ്ഞാൽ മാനത്ത് നോക്കും. എങ്ങനെയെങ്കിലും ഒക്കെയാണ് ഫോട്ടോ എടുക്കണോ, എണീക്കും, ചാടും, പിന്നെ കൈ കെട്ടണോ, താഴെ വെക്കണോ എന്നൊക്കെ അവൾക്ക് അറിയാത്ത ഇതാണ്. അവൾ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അവൾ കണ്ടിട്ടുമില്ല ആരും പോയി സ്റ്റുഡിയോ പോയി, നമ്മളാരും സ്റ്റുഡിയോ പോയി എടുക്കുന്ന അവൾ കണ്ടിട്ടുമില്ല. അപ്പോൾ അവൾക്ക് തീരെ അറിഞ്ഞുകൂടപ്പം ഞാൻ പോയി അവളെ ഹുഡിയൊക്കെ റെഡി ഒന്നും കൂടെ നേരെ ആക്കി കൊടുത്ത്, എന്നിട്ടൊരു മെന വരണില്ല. എന്തോ ഒരു അപാകത, എന്തോ എനിക്ക് തോന്നി മുടി കെട്ടി വെച്ചിട്ട് കൂടെ കൊള്ളായിരിക്കും തോന്നി. അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് കാണിച്ച് തരണം, നോക്കാനും, കാരണം ഇത് ഓക്കെ ആണെങ്കിൽ മാത്രം ഇങ്ങനെ ഒരു സ്റ്റൈലിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ അവളെ ഹെയർ നല്ലോണം ടൈ ചെയ്ത് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടിപ്പോയി നോക്കാണ്ടി പോവുകയാണ് എങ്ങനെ ഉണ്ട് ഇസുവിൻ്റെ ആദ്യമായിട്ട് എടുത്ത ഫോട്ടോ അല്ലേ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സത്യത്തിൽ ഇഷ്ടപ്പെട്ടില്ല. സൂര്യ ഉദിച്ച പോലെ ഇരുന്നു മുടി. അങ്ങനെ ഞാൻ വെച്ച് കെട്ടിക്കൊടുക്കാം, ഞാൻ പിന്നെ ഉമ്മീട് വന്നിട്ട് കെട്ടിക്കൊടു, ഇസുവിൻ്റെ ഹെയർ നല്ലോണം ടൈ ചെയ്യും, കാരണം സ്കൂളിലും കൊടുക്കാനാണ്, പാസ്പോർട്ടിന് കൊടുക്കണം, അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് വേണം. അങ്ങനെ ഇസും ഹെയറൊക്കെ നല്ല ടൈ ചെയ്ത്, പിന്നെ ഇസു എന്നെ ഒന്ന് എഴുതിത്താന്ന് പറഞ്ഞ് ഇരുത്തി കൊടുത്ത്, പിന്നെയും ഡ്രസ്സൊക്കെ നല്ലോണം ഇട്ട് സിബൊക്കെ ഫുൾ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ച്, കാരണം ഇങ്ങനെ ഇട്ടപ്പോൾ ഒരു ഭംഗി വന്നില്ല. പിന്നെ ഫുള്ളി ഓപ്പൺ ചെയ്തിട്ട് ഇസുവിനെ ഇരുത്തി എങ്ങനെയെങ്കിലും, പിന്നെ ഞാൻ പോവുകയാണ് ഓപ്പൺ ചെയ്തിടാനായിട്ട്. അങ്ങനെ ഓപ്പൺ ചെയ്ത് ഇട്ടു. നമ്മൾ അടുത്ത സെക്ഷൻ ഫോട്ടോസിലോട്ട് പോകണം. അത് മറ്റേ ആദ്യത്തെ നമ്മൾ ക്യാൻസൽ ചെയ്തു, അത് വേണ്ടാന്ന് തന്നെ വെച്ച്. അപ്പോൾ ഇതിൽ ഇസു നല്ലോണം ഇരുന്ന് കൊടുത്ത് ഫോട്ടോയ്ക്ക് വേണ്ടി കറക്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇസു നമ്മളോട് കോപ്പറേറ്റ് ചെയ്തു. അങ്ങനെ ഇസു ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഇസുവിൻ്റെ ചേഷ്ടകളാണ് നിങ്ങൾ ഈ കാണുന്നത്. പല്ല് തൊട്ട് തള്ളിയ പല്ല ഉന്തിച്ച് ഇങ്ങനെ ഇസു ഇങ്ങനെ ഒരു ചിരിയും തല പൊക്കാൻ പറഞ്ഞ ഇങ്ങനെ. അങ്ങനെ ഇസു തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കി എങ്ങനെയെങ്കിലും നമ്മളത് ഫിനിഷാക്കി. അങ്ങനെ ഇസുവിൻ്റെ ഫോട്ടോ സെഷൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ ഒരു നല്ലൊരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇസു ബേബിയുടെ ഫോട്ടോ. ഓക്കെ എന്തോ എനിക്ക് എന്നാലും ഒരു ഇഷ്ടപ്പെട്ടില്ല ഫോട്ടോ എടുത്തപ്പം, എന്തോ പറഞ്ഞോളൂ, എനിക്ക് ആദ്യമായിട്ട് എടുത്തുകൊണ്ടായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അക്കുനെയും കൊണ്ട് എൻ്റെ ബ്രദറിനെയും കൊണ്ട് ചൈതന്യ ഹോസ്പിറ്റലിൽ ഐ ടെസ്റ്റ് ചെയ്യാൻ വന്നു. അവന് കോർണിയൽ ടോപ്പോഗ്രഫി ചെയ്യണമായിരുന്നു, സ്കാനിങ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം, അവനകത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് നമുക്ക് നല്ല വിശന്ന്, അപ്പോൾ നമ്മളെ കൊളത്തൂരിലെ മന്തി മനസ്സിൽ വന്നു. ഇവിടുത്തെ ഫേമസ് മന്തി കിട്ടുന്ന സ്ഥലമാണ് മന്തി മനസ്സിൽ. നമ്മൾ മുന്നേ പോകുന്ന ക്യാപിറ്റൽ മന്തി ഹൗസിലാണ്, പക്ഷേ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാൻ, ഇത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. നമ്മളെപ്പോഴും ക്യാപിറ്റൽ ഹൗസിലാണ് പോണത്. അപ്പോൾ ഇവിടെ നമ്മൾ പോയി. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ പെരി അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. നമ്മളെല്ലാവരും അൽഫാമിൻ്റെ ആൾക്കാരാണ്, നമുക്ക് കുഴിമന്തി ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പറയണത് ഇവിടെ എങ്ങനെയുണ്ട്, ഇവിടെയാണ് അവിടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ ആംബിയൻസ് ഇഷ്ടപ്പെട്ടത് ക്യാപിറ്റൽ മന്തിയിലെയാണ്, കാരണം ഞാൻ അവിടെയാണ് ഒരുപാട് ടൈംസ് പോയിട്ടുള്ളത്. അവിടെ നിന്നാണ് ഫുൾ കഴിച്ചപ്പോൾ ഇവിടെ വന്നപ്പോൾ എവിടെ ചെയറും സംഭവങ്ങളും ഇഷ്ടപ്പെട്ട് കുഴപ്പമില്ല. ഇവിടെ എനിക്ക് കൂടുതൽ അവിടെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഫുഡിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചോദിക്കണം എങ്ങനെയുണ്ട് ഫുഡ് വന്നപ്പോൾ. ഇതാണ് നമ്മളെ പെരി അൽഫാം മന്തി. അപ്പം ഞാനും അക്കുവും ഉമ്മിയും ഇസു എല്ലാവരും ഉണ്ട്.